നമസ്കാരം. ഒരു പ്രായം കഴിഞ്ഞാൽ ഒരു 30-40 ശേഷമൊക്കെ തന്നെ ശരീരത്തിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് വേദനകൾ കാണപ്പെടാം. അതുപോലെ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് ശരീരത്തിലാകെ നീര് വരുന്നൊരവസ്ഥ, അല്ലെങ്കിൽ അമിതമായിട്ട് ഒരു കാരണവും ഇല്ലാതെ മുടി കൊഴിയുന്ന ഒരവസ്ഥ. വൈറ്റമിൻസും ഒക്കെ തന്നെ ചെക്ക് ചെയ്തിട്ടും ഒന്നിനും ഒരു പ്രശ്നവും ഇല്ല, തൈറോയ്ഡ് ഇഷ്യൂസ് ഇല്ല, അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ലെങ്കിലും നിങ്ങൾക്ക് അമിതമായിട്ട് മുടി കൊഴിയുന്നു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണെന്ന് പരിചയപ്പെടുന്നത്. എന്ന് മാത്രമല്ല, ഇതിൽ ശരീരത്തിൽ കാൽസ്യം കുറയുന്നത് അത്ര നിസാര പ്രശ്നമൊന്നും അല്ല കേട്ടോ. ഇത് ഒരു പ്രായം എന്ന് വേണ്ട, വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ അവരുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ തന്നെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ അതിന് ബലം നൽകാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കാൽസ്യം എന്നുള്ളത്. ഈ കാൽസ്യം ഒരു 99% നമ്മുടെ ബോഡിയിൽ എല്ലിലും പല്ലിലും ഒക്കെ തന്നെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കാൽസ്യത്തിൻ്റെ കുറവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഒരു ഏജ് കഴിഞ്ഞാൽ മെനോപോസിന് ശേഷമുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ട് മാത്രം ഒരുപാടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള നല്ലൊരു സൊല്യൂഷനാണ് ഇന്നത്തെ ഈ ഒരു ഡ്രിങ്ക് ഏതാണെന്ന് പരിചയപ്പെടുന്നതിന് മുൻപേ കാൽസ്യത്തിൻ്റെ റോള് നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാം. കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ ചില ഭാഗങ്ങളിൽ ബോണിന് ബ്രേക്ക് വരും, അല്ലെങ്കിൽ നമ്മൾ വീഴണം എന്നൊന്നുമില്ല, അല്ലാതെ തന്നെ കാലങ്ങളായിട്ടുള്ള വ്യത്യാസം കൊണ്ട് ബോൺ ബ്രേക്കേജ് വരും. ബോൺ ഡെൻസിറ്റി കുറയുന്നതും അതുപോലെ തന്നെ മിനറൽസിൻ്റെ കുറവും കാരണമാണ് ഇങ്ങനെയുള്ള ബ്രേക്ക് വരുന്നത്. അതിന് ഓസ്റ്റിയോപീനിയ എന്നുള്ള കണ്ടീഷനാണ് പറയപ്പെടുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ പേശികളുടെ ഒരു പ്രത്യേക റോള്, അതിൻ്റെ മൂവ്മെൻറ്റിനുള്ള പ്രത്യേക റോള് വഹിക്കുന്നത് കാൽസ്യമാണ്. അതുമാത്രമല്ല, ഹൃദയത്തിൻ്റെ പേശികളെ പോലും ഇത് സഹായിക്കുന്നുണ്ട്. ഒരു നാഡി ഒരു പേശിയെ ഉത്തേജിപ്പിക്കുന്ന സമയത്ത് അതിൽ നിന്നും ഒരു കാൽസ്യം അയോൺ പുറത്തേക്ക് വിടുന്നുണ്ട്. ഇത് പേശിയിലെ പ്രോട്ടീനുമായിട്ട് ചേർന്നിട്ടാണ് ആ പേശിക്ക് മൂവ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ശരിയായ അളവിൽ കാൽസ്യം ഇതിൽ നിന്നും പുറത്ത് പോയിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് കാൽസ്യം ആവശ്യമായ രീതിയിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരീരത്തിലെ പേശികളുടെ മൂവ്മെൻറ്റ് ബുദ്ധിമുട്ടായിരിക്കും, കൺട്രാക്ഷന് വളരെ ബുദ്ധിമുട്ട് വരും. ചില സമയത്ത് നമുക്ക് മസിൽ കയറ്റം എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത്തരം വേദനകൾ, ശരീരത്തിൻ്റെ വേദനയും നീരും ഒക്കെ കൂടുന്നതായിട്ട് ഈ കാൽസ്യം കുറവിൻ്റെ ഭാഗമായിട്ട് കാണാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾക്ക് മികച്ച ഒരു റോള് വഹിക്കുന്ന ഒന്ന് തന്നെയാണ് കാൽസ്യം. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ, അതിന് അത്തരം മുറിവുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലോട്ട് ചെയ്യാതെ ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട് ഇത്തരം കാൽസ്യം കുറവ് വന്നു കഴിഞ്ഞാൽ. നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറ്റിൽ ചില വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും. ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും മരുന്നിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. സ്റ്റേബിളായിട്ട് കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടി നിർത്താൻ പറ്റുന്നത് ആഹാരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ എത്രത്തോളം കാൽസ്യം നമുക്ക് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കി അത്തരം ആഹാരം തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. പാലുൽപ്പന്നങ്ങൾ, ഇലക്കറികൾ തുടങ്ങിയിട്ടുള്ള ഒട്ടനേകം കാര്യങ്ങൾ നമുക്ക് പരിചയമുള്ളതുണ്ട്. എന്നാൽ ഇത് മാത്രമല്ലാതെ വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരുപാടേറെ ഫ്രൂട്ട്സുകൾ, അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സുകൾ, നട്ട്സുകൾ, സീഡ്സുകൾ, ഇതൊക്കെ തന്നെയുണ്ട്. ഇത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് പരിചയപ്പെടുന്നത്. അതിൽ പ്രധാനമായിട്ടും നമുക്ക് ആൽമണ്ട് ഉപയോഗിക്കാവുന്നതാണ്. ആൽമണ്ട് 3-4 കുതിർത്ത് വെച്ചിട്ട് തൊലി കളഞ്ഞ് നമുക്ക് ഉപയോഗപ്പെടുത്താം. ആൽമണ്ടിലും തന്നെ 28 ഗ്രാം ആൽമണ്ട് എടുക്കുകയാണെങ്കിൽ 76 മില്ലിഗ്രാമോളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വൈറ്റമിൻ ഇ ധാരാളം ഉള്ളതുകൊണ്ട് ഹൃദയ ആരോഗ്യത്തിനൊക്കെ സഹായിക്കുന്നുണ്ട്. കോപ്പറും മാംഗനീസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് എടുത്തിട്ടുള്ളത് ഹേസൽനട്ടാണ്. ഹേസൽനട്ടിൽ 114 മില്ലിഗ്രാമാണ് അടങ്ങിയിട്ടുള്ളത് കാൽസ്യം. അതുപോലെ വൈറ്റമിൻ ഇയും B1, B6, കോപ്പർ ഒക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട്. മാംഗനീസ്, ഫോസ്ഫറസ്, ഫോളേറ്റ്, ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിനായാലും നമ്മുടെ ഹെയറിനായാലും ഓവറോൾ ബോഡിക്കായാലും വളരെ ഹെൽപ്ഫുള്ളാണ്. ഇത് ബ്ലഡിലെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് പിസ്ത അല്ലെങ്കിൽ വാൾനട്ട്, ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. വാൾനട്ടിലൊക്കെ തന്നെ 98 മില്ലിഗ്രാം വരെ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ഇനി ഡ്രൈ ഫ്രൂട്ട് ആയിട്ടുള്ള ഫിഗ് അല്ലെങ്കിൽ അത്തിപ്പഴം നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇത് ഒരു 100 ഗ്രാമിൽ 55 മില്ലിഗ്രാമോളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് നല്ലൊരു ഡയറ്ററി ഫൈബറാണ്. അതിന് പുറമെ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്, പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ BP കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫിഗ് ഉപയോഗിക്കുന്നത്. അതുപോലെ ദഹന പ്രശ്നങ്ങൾക്കും ഉപയോഗപ്പെടുത്താം. ഇനി ഉള്ളത് ഡേറ്റ്സ് അല്ലെങ്കിൽ ഈത്തപ്പഴമാണ്. 100 ഗ്രാം ഡേറ്റ്സിൽ 64 മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്.
ഇത് നല്ലൊരു സ്നാക്കിൻ്റെ ഒരു ഓപ്ഷൻ തന്നെയാണ്. ഇനി ധാരാളം റിച്ച് മിനറൽസ് അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇതൊക്കെ തന്നെ ഡൈജഷൻ ആയാലും ഹൃദയ ആരോഗ്യത്തിനായാലും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായാലും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൂൺസ്, നമ്മുടെ ഡേറ്റ്സിനോട് സാമ്യം തോന്നുന്ന പ്രൂൺസ് എന്നുള്ളതും തന്നെ 100 ഗ്രാമിൽ ഒരു 43 മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. പൊട്ടാസ്യം ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ, അതുപോലെ ഇലക്ട്രോലൈറ്റുകളും ഉള്ളതുകൊണ്ട് ഹൃദയത്തിൻ്റെ താളം അല്ലെങ്കിൽ ഹാർട്ട് റിതം അല്ലെങ്കിൽ നെർവ് ഇമ്പൾസ്, ഡൈജഷൻ, ബ്ലഡ് പ്രഷർ ഇതൊക്കെ കുറയ്ക്കാൻ അല്ലെങ്കിൽ ഇതിനൊക്കെ തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. അതുപോലെ ചില സീഡുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചിയ സീഡ് എന്നുള്ളത്. ചിയ സീഡിലും തന്നെ ഒരു 100 ഗ്രാമിൽ 631 മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത്രയേറെ കാൽസ്യം അടങ്ങിയിട്ടുള്ള ഒരു സോഴ്സാണത്. അതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ഫൈബറും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ ബോണിനെയൊക്കെ തന്നെ നന്നായിട്ട് സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്നുണ്ട്. ഇത് രാവിലെ വെറും വയറിൽ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ എള്ള് അല്ലെങ്കിൽ സെസേം സീഡ് എന്നുള്ളത്, അത് 989 മില്ലിഗ്രാം വരെ അടങ്ങിയിട്ടുണ്ട് ഒരു 100 ഗ്രാമിൽ. അത് നമ്മുടെ കാൽസ്യത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന വളരെ നല്ല ഒരു ഓപ്ഷനാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ചെറു ചണ വിത്ത് എന്നുള്ളത്. ഇത് ഫ്ലാക്സ് സീഡ്സ് എന്നറിയപ്പെടും. ഈ ഫ്ലാക്സ് സീഡ്സ് ആയാലും തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് അത് വെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് നല്ലതാണ്. ഈ രീതിയിൽ ഉള്ളിലേക്ക് എടുക്കുന്നതോ സാലഡ്സിൻ്റെ കൂടെ തന്നെ സ്പ്രെഡ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതോ നല്ലതാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ കഴിക്കുന്നത് ആഹാരത്തിന് മുൻപോ ശേഷമോ അല്ല, ഒരു നേരത്തെ ആഹാരമായിട്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ധാരാളം ഫൈബർ കണ്ടൻറ്റും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ടും നമുക്ക് മോഷൻ നന്നായിട്ട് പോകാൻ സഹായിക്കും, ദഹന പ്രക്രിയ ഈസി ആക്കാൻ സഹായിക്കും, പെട്ടെന്നൊന്നും വിശപ്പ് തോന്നുകയില്ല. അപ്പം ഒരു പ്രഭാത ഭക്ഷണമായിട്ട് ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഈ ഡ്രിങ്ക് മാത്രം മതി. അപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ വെയിറ്റ് ലോസിനും അത് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിൽ കാൽസ്യം കുറവ് എന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല. ചിലർക്കൊക്കെ തന്നെ നഖം പൊട്ടിപ്പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ മുടി എത്ര ശ്രമിച്ചിട്ടും മുടി കൊഴിച്ചിൽ മാറുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടും ഒരു 15 ദിവസം ഈ ഒരു ഡ്രിങ്ക് ഫോളോ ചെയ്താൽ വളരെ നല്ല വ്യത്യാസം കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോർമോണൽ വേരിയേഷൻ കൊണ്ടുണ്ടാവുന്ന PCOD പ്രശ്നം കൊണ്ടോ മറ്റുള്ള കാരണങ്ങൾ കൊണ്ടോ കറക്റ്റായിട്ടുള്ള മെൻസ്ട്രൽ സൈക്കിൾ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിലും കുറച്ച് നാളൊന്ന് ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല വ്യത്യാസം ഹെൽത്ത് വൈസ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതുപോലെ ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ധാരാളം ഉള്ളതുകൊണ്ട് സ്കിന്നിനെ ആ ഒരു യങ് ആയിട്ടും പ്ലസൻ്റ് ആയിട്ടും ഗ്ലോ ആയിട്ടും ഒക്കെ നിലനിർത്താനും കൂടെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയേറെ ഗുണകരമായിട്ടുള്ള ഈ ഒരു കാര്യം നിങ്ങൾ ഒരു 15 ദിവസം ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് നിങ്ങൾക്ക് വീണ്ടും ഫോളോ ചെയ്യാവുന്നതാണ്. പിന്നെ പ്രമേഹ രോഗികളൊക്കെ ആണെങ്കിൽ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന നാച്ചുറൽ സോഴ്സ് ആണെങ്കിൽ പോലും മധുരത്തിൻ്റെ അളവ് ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടിലേക്ക് വരുത്തും. അതുകൊണ്ട് ഒരുപാട് നാൾ ഫോളോ ചെയ്യേണ്ടതില്ല, ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റില്ല. ഇനി ഇതെല്ലാം കൂടെ വറുത്ത് പൊടിച്ചിട്ട് ഒരു ലഡു ആക്കിയിട്ടൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന രീതിയൊക്കെ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ ഇത്തരം ഇൻഗ്രീഡിയൻസ് ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കാൽസ്യം കുറവ് എന്നുള്ള ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ ഇത് മാത്രം മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.